കോതമംഗലത്ത് കിണറ്റിൽ വീണ കാട്ടാനയെ മയക്കുവെടി വെക്കും. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് മയക്കുവെടി വെക്കാൻ അനുമതി നൽകിയത്. കോട്ടപ്പടി പഞ്ചായത്തിലെ 4 വാർഡുകളിൽ 24 മണിക്കൂർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. എനിക്കൊരു 1.5-2 വർഷം മുമ്പ് ഞാൻ റബ്ബർ എടുക്കൊണ്ടിരുന്നപ്പോൾ ഈ കാട്ടാന വന്ന് എന്നെ ആക്രമിച്ചാണ്. ഇപ്പൊ ഇവിടെ ഒരു 10-100 ഫോറസ്റ്റുകാർ വന്നിട്ടുണ്ട്. എന്റെ വീട്ടിൽ ഏതിലൊരു ഫോറസ്റ്റുകാർ വന്നിട്ട് എന്നാ പറ്റിയേ, എന്താ സംഭവിച്ചെന്ന് ചോദിച്ചിട്ടില്ല. ഇവരുടെ ഈ ഫോറസ്റ്റർമാരുടെ അപ്പനോ അല്ലെങ്കിൽ മക്കളോ ഒന്നല്ല കെനിച്ചാട്ട് കയറുന്നത്. ഈ കേരളത്തിലുള്ള എല്ലാ ഫോറസ്റ്റുകാരും വന്നിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് വന്നില്ല? അപ്പൊ മനുഷ്യന് വിലയില്ല, അവരുടെ ഇതിന് അവർക്ക് വിലയുണ്ട്. എന്തിനു വേണ്ടിയാ വന്നങ്ങനെ? സാധനം ഇവിടെ നഷ്ടം കൊടുത്തിട്ട് ഇവര് കയറ്റി കൊണ്ടുപോയി. ആ സാധനം എല്ലാ നഷ്ടം കൊടുത്തിട്ട് കയറ്റി കൊണ്ടുപോയാൽ മതി, അവിടെ കിടന്നോട്ടെ. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവരിപ്പോ ബലാട്ട് കയറ്റി കൊണ്ട് ഞാൻ ഈ കുളത്തിലേക്ക് ചാടും. ഞാൻ ഈ ആനയുടെ കുളത്തിലേക്ക് ചാടും. നിധിൻ സേവ്യർ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. നിധിൻ, ഈ ആനയെ തിരികെ കയറ്റാനുള്ള അവസാനവട്ട ശ്രമങ്ങളും നടത്തിക്കഴിഞ്ഞതിന് ശേഷമാണോ ഇപ്പോൾ മയക്കുവെടി വെക്കാനുള്ള തീരുമാനം? അങ്ങനെയാണെങ്കിൽ എപ്പോൾ മയക്കുവെടി വെക്കും? മയക്കുവെടി വെച്ചു കഴിഞ്ഞാൽ തന്നെ അതിന് പിന്നീട് എങ്ങനെയായിരിക്കും മുകളിലേക്ക് കയറ്റുക? തീർച്ചയായും സൈഫുദ്ദീൻ, ഈ കോട്ടപ്പടിയിലെ കിണറ്റിൽ വീണ കാട്ടാനെ രക്ഷിക്കാനുള്ള കരയ്ക്ക് കയറ്റാനുള്ള അവസാനവട്ട ശ്രമങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മയക്കുവെടി വയ്ക്കാമെന്ന വാക്കാൽ ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതിനുവേണ്ട ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ JCB എത്തി ഇങ്ങോട്ടേക്ക് ക്രെയിൻ അല്ലെങ്കിൽ ലോറി അടക്കമുള്ള എത്തിക്കാനായി അടുത്തുള്ള പറമ്പിൽ കൂടി തോട്ടത്തിൽ കൂടി വഴി വെട്ടുന്നതടക്കം നമുക്ക് കണ്ടിരുന്നു. ഇപ്പോൾ ഈ കിണറ്റിലെ വെള്ളം നമുക്ക് കാണാൻ സാധിക്കും. കിണറ്റിലെ വെള്ളം മോട്ടോർ ഉപയോഗിച്ച് അടിച്ചു കളയുന്ന ഒരു പരിശ്രമം അല്ലെങ്കിൽ ഇപ്പോൾ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ കാരണം കൂടുതൽ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് പുലർച്ചെ ഇന്നലെ അർദ്ധരാത്രിയോട് കൂടെ കിണറ്റിൽ വീണ ആനയാണ്. അപ്പോൾ തന്നെ ആ സമയം മുതൽ ഈ ആന സ്വയം രക്ഷപ്പെടുന്നതിനുള്ള പരിശ്രമം നടത്തുന്നുണ്ട്, മണ്ണിടിച്ചടക്കം. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഇങ്ങനെ നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ ഈ ആനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടാകും അല്ലെങ്കിൽ ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ നിൽക്കുന്നുണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ആനയെ പുറത്തെത്തിക്കാനുള്ളൊരു ശ്രമമാണ്. ഇപ്പോൾ ഈ കിണറിന്റെ സൈഡിലെ മണ്ണ് കുറച്ച് JCB ഉപയോഗിച്ച് നീക്കം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വെള്ളം അടിച്ച് കളഞ്ഞ ശേഷം ഒരു മയക്കുവെടി വെക്കാൻ തന്നെയാണ് നിലവിലെ തീരുമാനം. മയക്കുവെടി വെച്ച ശേഷം ക്രെയിൻ ഉപയോഗിച്ച് ലോറിയിലേക്ക് കയറ്റുമെന്നൊരു തീരുമാനമായിരുന്നു നേരത്തെ എടുത്തിരുന്നത്. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. ആന സ്വയം രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തുന്നതോടെ തന്നെ ഇപ്പോൾ ഈ കോട്ടപ്പടി പഞ്ചായത്തിലെ 4 വാർഡുകളിൽ 144 നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ മുഴുവൻ ഈ സമയത്ത് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇവിടെ കാണാനായി ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഈ കാഴ്ച കാണുവാൻ അല്ലെങ്കിൽ ഈ ആനക്കിണറ്റിൽ വീണ കാര്യം അറിഞ്ഞിങ്ങോട്ടേക്ക് എത്തിയിരുന്നു. പക്ഷേ ഈ ആളുകളെ മുഴുവൻ തന്നെ ഏകദേശം ഒരു 2 മണി അല്ലെങ്കിൽ 2:30യോട് കൂടി തന്നെ ഇവിടെ നിന്നും മാറ്റിയിരുന്നു. 144 പ്രഖ്യാപിച്ച ശേഷം നിലവിൽ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ മറ്റ് വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും മാത്രമാണ് ഇവിടെ ഉള്ളത്. ബാക്കി മറ്റ് പൊതുജനങ്ങൾ ആരും തന്നെ മാധ്യമങ്ങൾക്കും ഇവിടെ നിൽക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട്. മറ്റ് സാധാരണക്കാരായ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്കൊന്നും തന്നെ ഇവിടെ നിൽക്കാനുള്ളൊരു അനുവാദം നൽകിയിട്ട് അതും തന്നെ ഈ പോലീസുകാർ അല്ലെങ്കിൽ ഈ മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവരെ വടം കെട്ടി 100 മീറ്റർ അകലെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. നിലവിൽ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. ഏതായാലും ഈ 144 പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇവിടെ JCB ഉപയോഗിച്ച് കിണറ്റിന്റെ സൈഡിലെ മണ്ണ് നീക്കം ചെയ്തു കഴിഞ്ഞു. ഈ ആനയെ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷിക്കും. കാരണം ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 4:30 എടുത്തു കഴിഞ്ഞു സമയം. അപ്പോൾ ഇനിയും വൈകിക്കഴിഞ്ഞാൽ ഈ രക്ഷാപ്രവർത്തനം ബുദ്ധിമുട്ടാകുമെന്നൊരു സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അധികൃതർ ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ആനയെ കരക്കെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. നേരത്തെ ഈ മയക്കുവെടി വെക്കും എന്ന് തന്നെയാണ് നേരത്തെ ഒരു വാക്കാലുള്ള ഉറപ്പ് നേരത്തെ പറഞ്ഞിരുന്നത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വാക്കാൽ അനുമതി നൽകിയിരുന്നു. പക്ഷേ ഇപ്പോഴും മയക്കുവെടി വെക്കുന്നതിനുള്ള ഒരു ക്രെയിനോ അല്ലെങ്കിൽ കുങ്കിയാനോ അടക്കമുള്ളവ ഇവിടെ എത്തിച്ചിട്ടില്ല എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ JCB ഉപയോഗിച്ച് ഇങ്ങോട്ടേക്കുള്ള വഴി കൃത്യമായി വെട്ടി തെളിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കിണറ്റിന് സൈഡിലുള്ള കുറച്ച് മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. ഈ മയക്കുവെടി എപ്പോൾ വെക്കുമെന്നൊരു കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഉദ്യോഗസ്ഥർ തമ്മിൽ കൂടിയാൽ നടത്തി കിണറ്റിലെ വെള്ളം പമ്പ് ചെയ്ത് കളയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. 144 പ്രഖ്യാപിച്ച ആളുകളൊന്നും ഇവിടെ തന്നെ എത്തിയിട്ടില്ല. ഈ പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. നേരത്തെ ഒപ്പം തന്നെ ഈ കോട്ടപ്പടി പഞ്ചായത്തിലെ ജനപ്രതിനിധികളും ഈ പ്രദേശത്തുണ്ട്. ഏതായാലും മയക്കുവെടി വെക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇന്ന് പുലർച്ചെയാണ് ഈ ആന ഈ കിണറ്റിൽ വീഴുന്നത്. 22 കുടുംബങ്ങളോളം പേർ ആശ്രയിക്കുന്ന ഒരു കിണറാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ രീതിയിലുള്ള വലിയ പ്രതിഷേധം രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ആനയെ വഴിതെളിച്ച് ഈ കിണറ്റിന്റെ സൈഡിലെ മണ്ണ് വെട്ടിത്തെളിച്ച് ആനയെ ഓടിച്ചുവിടാനുള്ളൊരു ശ്രമം അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം തുടക്കത്തിലുണ്ടായിരുന്നെങ്കിലും നാട്ടുകാർ വലിയ എതിർപ്പിനെ തുടർന്ന് ആ തീരുമാനത്തിൽ നിന്നും പിന്മാറേണ്ടി വന്നിരുന്നു. പിന്നീട് ഇപ്പോഴും ചില ആളുകൾ എതിർപ്പുമായി ഇങ്ങനെ മയക്കുവെടി വെക്കില്ല എന്നൊരു
അഭ്യൂഹം ഇവിടെ ഇങ്ങനെ ആളുകൾക്കിടയിൽ പറഞ്ഞതോടെ വീണ്ടും ഇപ്പോൾ കുറച്ചും ആളുകൾ എതിർപ്പുമായി എത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ആളുകളെല്ലാം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എത്രയും ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ ആളുകളെ ആനയെ കരക്കിയേറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈഫുദ്ദീൻ.